എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ അപേഷ് ജോസഫ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീറാം ഫൈനാൻസ് നല്ലൊരു ഫിനാൻസ് കമ്പനിയാണ്. എല്ലാവർക്കും ലോൺ അവൈലബിളായിട്ട് കിട്ടുന്ന ആളുകൾക്കൊക്കെ ശ്രീറാം ഫൈനാൻസ് ലോൺ കൊടുക്കുന്നതാണ്. എനിക്കറിയാവുന്ന ഒരു 90% ട്രാവൽസൊക്കെ നടത്തുന്ന ആളുകളും ലോൺ എടുത്തിട്ടുള്ള അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുള്ളതാണ്. ഞാനും കുറച്ചധികം ലോണുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. നമ്മൾ പണ്ട് ചെയ്ത ലോണുകളൊക്കെ വീണ്ടും ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ GPayയിലൊക്കെ നോക്കുമ്പോൾ, ഗൂഗിൾ പേയിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സിബിൽ സ്കോർ ഇഷ്യൂസിലേക്ക് പോകുമെന്നൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ടെൻഷൻ അടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു, ശ്രീറാം ഫൈനാൻസിലെ മാനേജറായിട്ടുള്ള സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇതൊരു സിസ്റ്റം എററാണ്. ഓഗസ്റ്റ് 13 അവർ പുതിയ സിസ്റ്റത്തിലേക്ക് അവർ പഴയ സിസ്റ്റം മെർജ് ചെയ്തപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു എറർ സംഭവിച്ചു. അതുകൊണ്ടാണിപ്പം പണ്ടത്തെ ലോണുകളൊക്കെ ഓപ്പൺ ആയ രീതിയിലൊക്കെ ഇപ്പം സിബിൽ സ്കോറിലേക്ക് കാണിക്കുന്നത്. അത് അവർ ശനിയാഴ്ച ഇന്ന് ഞായറാഴ്ചയായി അത് ക്ലിയർ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. തിങ്കളാഴ്ച വാച്ചുകൊണ്ടൊക്കെ ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം സിസ്റ്റം എറർ ആയതുകൊണ്ട് ഇനി ഭാവിയിലേക്ക് നമ്മളിത് വീണ്ടും കാണുകയാണെങ്കിൽ ഇത് ക്ലിയർ ആയില്ലെങ്കിൽ അവരവരുടെ അടുത്തുള്ള ശ്രീറാം ഫൈനാൻസിൻ്റെ സ്ഥാപനത്തിലേക്ക് ചെന്നിട്ട് ആധാർ കാർഡും പാൻ കാർഡും വെച്ചിട്ട് അത് മാക്സിമം അവരോട് ഡയറക്റ്റ് സംസാരിച്ച് ഇങ്ങനെ ഒരു ലോൺ ഇല്ല, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്ത് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ക്ലിയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇനി അങ്ങനെ നടന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ലീഗൽ ഇഷ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് അവരുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക. വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മളടയ്ക്കുന്ന എപ്പോഴും ഏത് ഫൈനാൻസിലായാലും നമ്മളടയ്ക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കയ്യിലുണ്ടാവും. ലോൺ അക്കൗണ്ട് നമ്പറും സ്റ്റേറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്കൊരു ട്രാക്കർ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പം ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടെൻഷൻ അടിക്കോളം എന്നെ പല ആളുകളും വിളിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു ടെൻഷനായിട്ടോ ഒരു ഇഷ്യൂ ആയിട്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് പോയിട്ട് ഒരു 2-3 ദിവസം ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അവരവരുടെ ശ്രീറാം ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ പോയിട്ട് അത് മാക്സിമം ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.